ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നത് എന്തിനാണെന്ന് പറയുമ്പോൾ എൻ്റെ ബാംഗ്ലൂർ ട്രിപ്പിലോട്ടുള്ളതിലാണ്. അങ്ങനെ ഞാൻ എൻ്റെ പെട്ടിയും പാക്ക് ചെയ്ത് ലിഫ്റ്റിൽ കയറി പോകാനുള്ള ഒരുക്കത്തിലായി. അങ്ങനെ അവസാന മഴയൊക്കെ കൊണ്ട് ദേ വരുന്നു എൻ്റെ ബസ്. പിന്നെ നേരെ കയറി. ഇതാണ് എനിക്ക് ഈ പ്രാവശ്യം അലോട്ട് ചെയ്ത എൻ്റെ സീറ്റ്, എൻ്റെ ബെഡ്. പിന്നെ അവർ ആക്ച്വലി നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ബ്ലാങ്കറ്റും ഓൾറെഡി നമ്മൾക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാം കെട്ടിപ്പൊട്ടി നല്ല ക്ഷീണമുണ്ടായി, കിടന്നുറങ്ങാലോ എന്ന രീതിയിൽ അങ്ങനെ കഴിച്ചു. എന്നെ അറിയുന്ന കുറച്ച് പേർക്ക് എന്നെ കളിയാക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എവിടെ പോയാലും ഈ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും ഞാൻ എൻ്റെ സൗന്ദര്യം കുറച്ച് നേരം ആസ്വദിച്ച് പിന്നെ കിടന്ന് ഉറങ്ങാനുള്ള തത്രപ്പാടിലായിട്ട് ഞാനിങ്ങനെ ഇരുന്നു. സാധാരണ രാവിലെ എണീക്കുമ്പോൾ സൂര്യനെയാണ് കാണുന്നത്. പക്ഷെ എന്തോ ഞാൻ നേരെ എണീറ്റ് നോക്കുമ്പോൾ ചന്ദ്രേട്ടൻ, മൈ ഫേവറേറ്റ്, അതെൻ്റെ ഏറ്റവും ഫേവറേറ്റായ ചന്ദ്രേട്ടനെ കണ്ടിട്ടാണ് ഞാൻ രാവിലെ എണീക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്നറിയില്ല, എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പി, ബിക്കോസ് എൻ്റെ ഫേവറേറ്റാണ് ചന്ദ്രേട്ടൻ. അങ്ങനെ ചന്ദ്രേട്ടനെ കണ്ടിട്ടാണ് ഞാൻ എണീറ്റത് തന്നെ. പിന്നെ അത് ഞാൻ ബാക്കി പാക്കൊക്കെ ചെയ്ത് ഞാൻ നേരെ ഇറങ്ങി. എൻ്റെ സ്റ്റോപ്പ് എത്തിയിരുന്നു, ഞാൻ നേരെ ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി. അങ്ങനെ ഞാൻ എൻ്റെ ബാംഗ്ലൂർ ഡേയ്സ് ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. ഞാൻ നേരെ പോയി. രാവിലെ ആയതുകൊണ്ടായിരിക്കും, കുളിച്ചിട്ടൊന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഞാൻ കുറച്ച് നേരം എന്നെ മുഖത്തൊക്കെ നോക്കി ഞാനിങ്ങനെ ഇരുന്നു. എങ്കിൽ കുറച്ച് നേരം പുറത്തെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച് നേരെ പുറം കാഴ്ച കുറച്ച് നേരം ഇങ്ങനെ കണ്ടു. അങ്ങനെ ഓട്ടോ ചേട്ടനോട് ബൈയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ പോകുന്നത് എൻ്റെ ഫ്ലാറ്റിലോട്ടാണ് ഗൈസ്. അവിടെ ചെന്നപ്പോൾ കാപ്പിയും പനീർ റൈസ് അങ്ങനെ എന്തോ, നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ഇത് കാണുമ്പോൾ വിചാരിക്കും അതുകൊണ്ടല്ല, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പനീർ റൈസ് ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും വിശപ്പുള്ളത് കൊണ്ട് മാത്രമല്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് കഴിച്ചു. പിന്നെ നേരെ പോയി ഫ്രഷപ്പ് ആക്കി ഞാൻ റെഡിയായി. കാരണം നമ്മളിവിടെ വന്നത് കറങ്ങാൻ മാത്രമല്ലല്ലോ, എന്തിനാണ് വന്നത്, എനിക്കൊന്ന് വർക്ക് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ നേരെ റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് ഞാനൊരു ഓട്ടോയിൽ കയറി. ഞാൻ അവിടുന്ന് യാത്ര നേരെ അതിഥിയിലെടുത്തു. ഞാനൊന്ന് സ്റ്റോറി ഇടട്ടെ ഗൈസ്. ഞാനിവിടെ സ്റ്റോറി ഇതാരാണ്? സി ആണ് ഗൈസ്, സി. ഇത് ഷൂ ആണ് ഗൈസ്, ഇത് ഷൂ, ഇത് ഷൂ, ഇത് സി. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരമുള്ള ചുമ്മാ ലൂസ് ടോക്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുറച്ച് നേരം പുറത്തെ ഇതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വന്നത് വർക്കിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അതിഥി അവിടെ ക്യാമറ ഷെയറിനോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർ ചെക്ക് ചെയ്യുവാണ് നമ്മുടെ ഷൂട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന്. ഞാനപ്പോൾ പിന്നെയും കുറച്ച് നേരം എൻ്റെ ടൈം എന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ട് സ്റ്റോറിക്കുള്ള വകുപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ രീതിയിൽ ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തു. ഹലോ ഗൈസ്, അതെ ഷൂട്ട് തീർത്തു. നല്ല ടൈമോ കാലൊന്നും എനിക്ക് അതെ, ഞങ്ങളങ്ങനെ സ്റ്റിൽ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഗൈസ്. പാവം അത് ഇത്രയും ക്ഷീണിക്കുമെന്ന് വിചാരിച്ചില്ല. ക്ഷീണിച്ചു പോയി ഡയറക്ടർ കുട്ടി, നന്നായിട്ട് നന്നായിട്ട് ക്ഷീണിച്ചു. പക്ഷെ നമ്മൾ നടത്തി. യെസ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഞാനല്ല, അവര് കോപ്പി ചെയ്യുവാണ്. ഞങ്ങൾ ഇന്ന് എടുത്തത് വർക്കെല്ലാം കോപ്പി ചെയ്യുവാണ്. സൈനിങ് ഓഫ്. അങ്ങനെ ഡേ ടു ഇന്നെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ബിക്കോസ് ഡേ 2 അത് എൻ്റെ ഡേ ആണ്, എനിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ എൻ്റെ ഡേ. അപ്പം ഞാൻ അതിനാണ് ഇങ്ങനെ റെഡിയായിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരെ ഞാൻ ഓട്ടോ എടുത്ത് ഞാനൊന്ന് എനിക്ക് വേണ്ടി ഇങ്ങനെ പോവാണ്. ഇവിടുത്തെ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ബ്ലോക്ക്. എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ 1 മണിക്കൂർ മുന്നേ ഞാൻ ഇറങ്ങണം. അങ്ങനെ എൻ്റെ 1 മണിക്കൂർ, ശരിക്കും ലിറ്ററലി എൻ്റെ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ ക്ഷീണിച്ച്
അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ സ്ഥലത്ത് എത്തി. ഞാൻ പോകുന്ന വേറെ സ്ഥലത്ത് ഒന്നുമല്ല, ഞാൻ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടുത്തെ ദേവിയുടെ അങ്ങോട്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൂവും അവിടുത്തെ ഇതും കത്തിക്കാനായിട്ട് ഞാൻ നേരെ പോയി. ഇതാണ് എൻ്റെ അമ്പലം. അങ്ങനെ അമ്പലത്തിൽ ഞാൻ തൊഴുത് കഴിഞ്ഞിട്ട് കണ്ടില്ല എൻ്റെ നെറ്റി നിറയെ സാധനങ്ങൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ പ്രസാദം എനിക്ക് ഇഷ്ടപ്പെട്ട്. മറ്റേ ടൊമാറ്റോ റൈസ് ആയിരുന്നു അവിടെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ടൊമാറ്റോ റൈസും കഴിച്ചു. ഞാനവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം നല്ല വൈബൊക്കെ ആയിട്ടിരുന്നു. പിന്നെ നേരെ ഞാൻ ഓട്ടോ എടുത്ത് ഞാൻ നേരെ ഇങ്ങനെ പോയി. എഗെയിൻ ബ്ലോക്ക് ഒന്നും പറയാനില്ല ഗൈസ്, എന്ത് ചെയ്യാനാണ്. പിന്നെ ഞാൻ നേരെ പോയത് കോഫി ഡേയിലാണ്. എനിക്ക് വേണ്ടി കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കോഫി കുടിച്ചാൽ ഭയങ്കര അടിപൊളിയാണ്. ബിക്കോസ് നമുക്ക് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ്. എനിക്ക് എന്തായാലും എൻ്റെ മൈൻഡ് ഫ്രഷ് ആവാൻ നല്ലൊരു കോഫിയാണ്. സോ ഞാൻ കോഫി കുടിക്കാൻ വേണ്ടി അവിടെ അങ്ങനെ പോയിരുന്നു. അങ്ങനെ കുറച്ച് നേരം എൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാൻ കുറച്ച് സ്റ്റോറി ഇടാനുള്ള വകുപ്പിലെ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സെൽഫ് ടൈം മുഖ്യം തന്നെയാണ്. അതാർക്കാണെങ്കിലും അങ്ങനെയാണ്. എനിക്കിത്ര അധികം എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സെൽഫ് ടൈം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. ഞാനിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഞാൻ നേരെ റൂമിലെത്തി. ഇന്നത്തെ ദിവസത്തെ ഭയങ്കര സന്തോഷം, ഹാപ്പി, ആ ഫേസ് കണ്ടറിയാം ഞാൻ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ഭയങ്കര സെൽഫ് ടൈം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കാത്തതിനെക്കാട്ടും നമ്മൾ സന്തോഷം. അങ്ങനെ സന്തോഷത്തിൽ ഞാൻ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയായ മുझे दोस्ती करेंगे എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറിയില്ല എന്താണെന്ന്, എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയാണ്. അങ്ങനെ ആ സിനിമയും കണ്ട് എൻ്റെ ഇന്നത്തെ ഡേ ഭയങ്കര താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞൊരു ഡേ ആയിട്ട് ഈ ഡേ എൻ്റെ അങ്ങനെ അവസാനിച്ചു. അങ്ങനെ ഡേ 3 രാവിലെ തന്നെ ഇഡലിയും സാമ്പാറും മുട്ടയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഹോംലി ബ്രേക്ക്ഫാസ്റ്റാണ് ഗൈസ്. എനിക്ക് രാവിലെ തന്നെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞാനത് കഴിച്ചു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ എന്നോട് തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ തന്നെ ഇരുന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷം, ഒരു സമാധാനം കിട്ടത്തില്ല. അതാണ്. പിന്നെ കുറച്ച് നേരം എനിക്ക് സ്റ്റോറി ഇടാനുള്ള വകുപ്പിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അതൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. അവിടത്തെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഗാർഡൻ ഏരിയയിൽ. പിന്നെ ഇങ്ങനെ സ്റ്റോറി ഇടാനുള്ള വകുപ്പിൽ കുറച്ച് നേരം എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. അതാണ്. ഇത് നേരെ പോകുന്നത് പറയൂ. സൂര്യ ബാംഗ്ലൂരിലാണ്. ഓട്ടോയിൽ മാത്രം തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓട്ടോയുടെ ഒരു സുഖം എടുക്കാന്ന് പറഞ്ഞ് നമ്മൾ ഓട്ടോയിൽ ബാംഗ്ലൂർ കറങ്ങുവാണ്. അതെ, സുഖമാണോ ഗൈസ്? അതെ ഗൈസ്, എന്റെ എല്ലാവരും ചോദിക്കും ഹായ് പറയൂ. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണോ ഗൈസ്? ഞാൻ നാളെ പോകും. അതുകൊണ്ട് ഞാനൊന്ന് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാം. അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാനിന്ന് വന്നേക്കാം. ഇത്രയും ദിവസം വർക്കും കാര്യങ്ങളായിരുന്നു. ഇന്നപ്പോൾ അതിഥിയുടെ ഷോപ്പിങ്ങിന് പോവാൻ നമ്മൾ അടിച്ചുപൊളിക്കാം. അറിയില്ല. ഇതാണ് ബാംഗ്ലൂർ. ശരിക്കും നമ്മുടെ നാട്, ഞങ്ങളുടെ നാടാ ബെസ്റ്റ്. സത്യം, കുറെ കാര്യത്തിൽ നല്ലതാണ്. അതുകൊണ്ട് ഇവിടെ വണ്ടി ഇടിച്ചിട്ട് അങ്ങ് പോവാ. എവിടെയാണെങ്കിൽ സ്റ്റോപ്പ് ഒക്കെ ചെയ്യും നമ്മുടെ നാട്ടിൽ. ഇവിടെ അതൊന്നുമില്ല. വണ്ടി എടുത്തിട്ട് നോക്കിയാൽ ബൈ എന്നൊക്കെ. നമ്മൾ കുറെ ടെസ്റ്റിൽ എല്ലാത്തിലും സുഖമായിട്ട് അതൊന്ന് പോവാം. അപ്പം നമ്മൾ നേരെ വന്നേക്കണം മന്ത്രിമാളിലാണ്. ബാംഗ്ലൂർ ഞാൻ കുറേ ടൈംസ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് മന്ത്രിമാളിൽ വിസിറ്റ് ചെയ്യണത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് നേരെ വെച്ച് കാച്ചിയത് റെസ്റ്റോറൻറ്റിലോട്ടാണ്. വിശന്നിട്ട് വയ്യായിരുന്നു, അതുകൊണ്ട് നേരെ പോയി കുറച്ച് നേരം ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് എഗെയിൻ ഞാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഒരുപാട് പേര് എന്നെ കളിയാക്കാറുണ്ട്, എന്തിനാ 24 മണിക്കൂർ എന്നെ നോക്കണമെന്ന്. എന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന വേറെ ആരുമില്ലല്ലോ. എനിക്കെന്തോ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് എൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്യാനാ ഗൈസ്, ഞാൻ ഇങ്ങനെയായിപ്പോയി. അങ്ങനെ അവസാനം നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. അപ്പം ഗൈസ് ഞാൻ സുഷി കഴിക്കാൻ പോകട്ടെ. സുഷി എന്തോ സാധനത്തിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. സോ ഞാൻ ഡിപ്പ് ചെയ്തു. ഓക്കെ.
ഫസ്റ്റ് ടൈം ഞാൻ സുഷി ട്രൈ ചെയ്യുന്നത്. കുഴപ്പമില്ല, ഓക്കെയാണ്. ഞങ്ങൾ ബാംഗ്ലൂര് മന്ത്രി മാൾ വന്നപ്പോൾ ഫുഡ് വിശന്നിട്ട് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ കണ്ടപ്പോഴാണ് സുഷി ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്തു. ഓക്കെ. സുഷിക്ക് ശേഷം ഞങ്ങൾ എന്തോ ഒരു നൂഡിൽസ് കഴിക്കാൻ പോകും. കൊറിയൻ നൂഡിൽസ്. ഇവരൊക്കെ എൻ്റെ കൂട്ടത്തിലേക്കണൊക്കെ കൊറിയൻ ഫാൻസാണ് അല്ലേ? നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യണമല്ലോ. എനിക്ക് ആക്ച്വലി വെറൈറ്റി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ കൂടെ ഫുഡ് കഴിക്കണം ആരെങ്കിലും വേണം. ഞാൻ എല്ലാ ഫുഡും അങ്ങനെ കഴിക്കണം. സോ പർച്ചേസ് യെസ്, അതെ. ഇന്ന് ഞങ്ങൾ ഒരുപാട് പർച്ചേസ് ഷോപ്പിംഗ് ചെയ്തു ഗൈസ്. അതെ അതെ, ഷോപ്പിംഗ് ചെയ്ത ക്ഷീണത്തിൽ വെള്ളം കുടിക്കുവാണ്. അതിന് ഷോപ്പിംഗ് കഴിഞ്ഞ് വെള്ളം കുടിച്ചോ? നല്ലോണം വെള്ളം കുടിച്ചു. അതെ, നമ്മൾ വീടാ മന്ത്രി മാള്. ഞങ്ങൾ മന്ത്രിമാളാണ് ഗൈസ്. അതിന്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മുടെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഞാനപ്പോൾ നാളെ പോവുകയാണ്. സോ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ നിന്നു. ഷോപ്പിങ്ങിന് മേടിച്ച സാധനങ്ങളെല്ലാം ഞാൻ പെട്ടിയിലെടുത്ത് വെച്ചു. അപ്പം ഇനി നാളെ മോർണിംഗ് ഒരു മീറ്റിംഗ്, ദെൻ ഈവനിങ് എൻ്റെ ബസ്. സോ ഗൈസ് ബായ്. അപ്പം നാളെ കാണാം. അങ്ങനെ എൻ്റെ ബാംഗ്ലൂർ ഡേയ്സ് കഴിയുകയാണ് ഗൈസ്. ഒരു ബ്രേക്കിന് വേണ്ടി വന്നതാണ്, ഹെൽത്തി ബ്രേക്ക്. ബട്ട് ഇറ്റ് നൈസ്. എനിക്ക് എന്താണ് അടിപൊളിയായിരുന്നു. വർക്കിന് വർക്കുണ്ടായി, ബ്രേക്കിന് ബ്രേക്കുണ്ടായി. ഒരു ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ മാറി നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുറേ വർക്ക് ചെയ്യുക, നമ്മൾക്ക് ബ്രേക്ക് എടുക്കുക, നമ്മൾ സമാധാനം സ്വസ്ഥമായിട്ട് ഇവിടെ നിൽക്കുക. ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ഡേ 4 ഞാൻ നേരെ എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി ഞാൻ നേരെ പോകുന്നു. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടല്ലോ, കാരണം അതിൻ്റെ നേരെ പോവാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണാവോ എനിക്കറിയാൻ പാടില്ല. എന്തായാലും ബ്ലോക്ക് കുറവായിരുന്നു, അത് തന്നെ വലിയ ആശ്വാസം. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു ഞാനിങ്ങനെ നിൽക്കുവാണ്. വിശന്നിട്ട് പാടില്ല ഗായ്സ്, രക്ഷയില്ല. അപ്പോഴാണ് എന്നോട് അതിഥി പറഞ്ഞത്, വന്നിട്ട് ചോറ് മേടിച്ചു തരാം, ഇവിടെ വന്നിട്ട് ചോറ് കഴിച്ചില്ലല്ലോ. അങ്ങനെ എന്നെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അതിഥി അപ്പൊ എന്നെ എവിടെ കൊണ്ടുവന്നേക്കണം? ഫുഡ് കഴിക്കാനല്ലേ? നമ്മള് സൂര്യക്ക് മീൻ ഇഷ്ടമാണ്. അതിന് നമ്മൾ മീൻ കഴിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. കഴിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നേക്കണം എന്നെ. അങ്ങനെ എനിക്ക് അതിഥി ചോറും മീൻകറിയാണ് എനിക്ക് ഇഷ്ടമെന്ന് മനസ്സിലാക്കി അവളെനിക്ക് ചോറും മീൻകറിയായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നേക്കുവാണ്. എന്നോട് പറഞ്ഞു ഇവിടുന്ന് കഴിച്ചാൽ മറക്കില്ലെന്ന് പറഞ്ഞേക്കണത്. ഞാൻ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം മറക്കില്ലേന്ന്. അതെ, നീർദോശ. കഴിച്ചോക്കട്ടെ. ഒന്നും നോക്കാനില്ല, ഞാൻ കഴിക്കുക. ഹലോ എല്ലാം. അങ്ങനെ ഞാൻ കുത്തിരിച്ചോറായിരുന്നു ഞാൻ വാങ്ങിച്ചത്. കുഴച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് വിചാരിച്ച കൂട്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ വറുത്ത മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഫിഷ് ലാൻഡാണ്. എനിവേ അടിപൊളിയാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. ഞാനൊരു ഫിഷ് ലവർ ആയതുകൊണ്ട് മാത്രമല്ല, എനിവേ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വെച്ച് കാഴ്ച. ഗൈസ് ഞാൻ പറഞ്ഞു സൺഡേ ആയതുകൊണ്ട് ബ്ലോക്കില്ലെന്ന്. വന്നപ്പോഴാണ് ഗൈസ് ബ്ലോക്ക് ഇല്ലാത്തത്. ബാംഗ്ലൂർ എന്തൊക്കെ വന്നാലും ബ്ലോക്കാണ്. അതിഥി ദേ അവിടെ വഴിയിൽ ബ്ലോക്കിൽ ഞങ്ങൾ കിടന്നപ്പോൾ ഒരു പെറ്റിനെ കണ്ടു. ആ പെറ്റിനെ അവൾ നല്ല രീതിയിൽ ലാളിക്കുന്നുണ്ടായിരുന്നു. ഞാനതങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. വിചാരിച്ച കൂട്ടലോട്ടാ ബ്ലോക്ക് ഉണ്ട് ഗൈസ്, നല്ല ബ്ലോക്ക് ഉണ്ട്.
എനിക്കിവിടെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ട്. ഹെഡ്സെറ്റ് ഉണ്ട് മാത്രം 24 മണിക്കൂർ ഒരു കോഡിലാണ്. അത് ശരിക്കും ഇറ്റ്സ് നോട്ട് ഗുഡ് ആക്ച്വലി. അത് കൊള്ളത്തില്ല, നല്ലതല്ല. അത് 24 മണിക്കൂർ ഒരു ഫോണിലാണ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അത് സേഫ്റ്റി അല്ല. നമ്മുടെ കേരളം തന്നെയാണ് ബെസ്റ്റ്. എനിക്ക് എന്തുകൊണ്ടും കുറേ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കേരളം. ഞാൻ ഡൽഹി ചെന്നപ്പോഴും ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും ഇങ്ങനെയാണ്. എന്താ ഇവിടെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഫൈനൊക്കെ അടയ്ക്കുമല്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. എനിക്കിഷ്ടപ്പെട്ടേ ഇല്ല. അങ്ങനെ അതിഥിയോട് യാത്രയും പറഞ്ഞ് ബൈ ബൈ അതിഥീനെ ഇറക്കിയിട്ട് ഞാൻ നേരെ പോകണം. കാരണം എനിക്ക് ഇന്നാണല്ലോ നൈറ്റ് ബസ്, അതുകൊണ്ട് അതിനുണ്ട് ഞാൻ നേരെ പോയി. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അതാണ് മാൾ ഓഫ് ഏഷ്യ. ഈ പ്രാവശ്യം വന്നപ്പോൾ പോകാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും വിസിറ്റ് ചെയ്യണം എന്ന രീതിയിൽ ഞാൻ നേരെ പോയി റൂമിലേക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ബാംഗ്ലൂർ ഡേയ്സ് അവസാനിച്ചു. സോ എൻ്റെ ബസ്സിൻ്റെ ടൈമായി, ഞാൻ ദേ പോകാൻ പോകുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ എന്തൊക്കെ സാധനം കൊണ്ടുപോയിട്ടുണ്ടോ അതെല്ലാം എക്സ്ട്രാ ഒരേ ഒരു കവർ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഞാൻ ഈ പ്രാവശ്യം കാലിബാഗാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞാൻ നിറച്ച്. സാധാരണ എനിക്ക് അങ്ങനെ എല്ലാം സംഭവിക്കാറുള്ളത്. സാധാരണ ഞാൻ എക്സ്ട്രാ ബാഗായിട്ടേ വരുള്ളൂ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. സോ ഗൈസ് ബൈ. എനിവേ താങ്ക് യു ഗൈസ്. എൻ്റെ ഈ ബാംഗ്ലൂർ ഡേയ്സ് ട്രിപ്പ് അടിപൊളിയാക്കി തന്ന എല്ലാവർക്കും താങ്ക് യു. അങ്ങനെ ഈ പ്രാവശ്യം എൻ്റെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഓട്ടോ റൈഡുമായി ഞാൻ പോവുകയാണ് ഗായ്സ്. അങ്ങനെ നേരെ ഞാൻ വെച്ച് കാച്ചി എൻ്റെ ബസ്സിൻ്റെ അടുത്തോട്ട്. ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്ത ബസ് 9:30-ക്കായിരുന്നു. അവരെ വിളിച്ചപ്പോൾ അവരെന്തോ എന്നോട് പറഞ്ഞു 8:30-ക്ക് എന്തോ ഉണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതിൽ എത്താമെന്ന്. കാരണം ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പം അങ്ങനെ ഞാൻ പോയി. അങ്ങനെ ബസ് കയറി, ഞാൻ ബസ്സിലിരുന്നു. എഗെയിൻ ഞാൻ ഇടയ്ക്ക് എന്നെ തന്നെ ഇങ്ങനെ നോക്കി. അങ്ങനെ ഞാൻ എന്നോട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്നു. തിരിച്ചും ഞാൻ സൂര്യ ട്രാവൽസിൽ തന്നെ ആയിരുന്നു. പക്ഷേ എനിക്കുണ്ടല്ലോ വന്നതിനേലും ഇഷ്ടപ്പെട്ടത് ഈ സീറ്റിംഗ്, ഈ ബസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബസ്. എന്തോ നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം ഞാൻ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അവർ ആക്ച്വലി എനിക്കൊരു ഹൈജീൻ കിറ്റ് തന്നിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി അത് നല്ലതാണ്, ഇതെല്ലാവരും കൊടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമുക്ക് പുറത്ത് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, നല്ലതായിരുന്നു. എനിക്കത് നല്ലൊരു ഇത് തന്നെയാണ് അവർ. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് ടിഷ്യൂ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാനിറ്റൈസർ, വെറ്റ് സാനിറ്റൈസർ ഉണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി വേണ്ട കാര്യങ്ങൾ എല്ലാം ഒരു ഹൈജീൻ കിറ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെ ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോൾ മഴ. ബാംഗ്ലൂർ ഞാൻ പോയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല മഴ. പിന്നെ ഞാൻ കുറച്ച് നേരം മഴയൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് ഞാൻ ഇറങ്ങാനുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഗെയിൻ കുറച്ച് നേരം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഗൈസ് കുളിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഓക്കെയാണ്, സെറ്റാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ വിശേഷം. ഓക്കെ, ബായ്.